കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറയണ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ മോൾക്ക് താമസിക്കും തോറും അവളിങ്ങനെ ഒരു പോകുന്നു. പാപ്പ മരണപ്പെട്ടു, ഞങ്ങളെ സഹായിക്കാനില്ല. എല്ലാ കുട്ടികളെ പോലെയും തന്നെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തന്നെയാണ്. ആ പ്രതീക്ഷ കൈവിടാതിരിക്കാൻ. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നിലമേൽ കണ്ണൻകോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കാണുന്ന ഈ 16 വയസ്സുള്ള കുട്ടി, മാംസം ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന അപൂർവ രോഗത്തിന് അടിമയായ ഈ കുട്ടിക്ക് അടിയന്തരമായി തന്നെ ഇപ്പോൾ സർജറി ആവശ്യപ്പെട്ടുകൊണ്ട് ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ അവരുടെ ഒരു പേപ്പറാണത്. അതായത് എത്രയും പെട്ടെന്ന് സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ സർജറി നടക്കും. ഈ കുഞ്ഞിൻ്റെ ആരോഗ്യനില ഓരോ ദിവസം കഴിയുന്തോറും ശരിക്കും വല്ലാത്ത രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അന്ന് കണ്ടതിനേക്കാളും ഒക്കെ ഒരുപാട് മോശമായി കുഞ്ഞിൻ്റെ ശരീര അവസ്ഥ. ചേച്ചി, ഡോക്ടേഴ്സൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ എന്താണ് പറയുന്നത്? ഡോക്ടർ പറയണ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ മോൾക്ക് താമസിക്കും തോറും അവളിങ്ങനെ ഒരു പോകുന്നു. ആർച്ച് പോലെ വളഞ്ഞു പോകുന്നു. ശരിക്കും എന്താ പറയുക, നമുക്ക് അതൊന്നും ഓർക്കാനോ ചിന്തിക്കാനോ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. ഈ കുഞ്ഞിന് ഇപ്പോൾ തന്നെ ആഹാരം ഒന്നും തന്നെ കഴിക്കാൻ പറ്റില്ല. ഇന്ന് ഈ നേരം നമ്മളിപ്പോൾ വരുമ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞൊരു 3 മണിയോടെ ഈ സമയത്തിനിടയ്ക്ക് ഈ കുട്ടി ഇതുവരെ വെള്ളം പോലും കുടിച്ചിട്ടില്ല. കാരണം ആഹാരമോ വെള്ളമോ ഒന്നും തന്നെ ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ശരീരഭാരം അന്നത്തെക്കാളും ഒരുപാട് കുറഞ്ഞു. പിന്നെ ഈ ഡോക്ടേഴ്സിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 20 ലക്ഷം രൂപയോളമാണ് ഈ ഒരു ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട്. ഈ ഫണ്ട് സമാഹരിക്കാനുള്ള ഓട്ടത്തിലാണ് ഞങ്ങളൊക്കെ തന്നെ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ കുഞ്ഞിനെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിലേക്ക് അവരെ വിളിക്കുകയോ അവരുടെ ഗൂഗിൾ പേ നമ്പറോ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ഇവരുടെ ഒരു അവസ്ഥ കണ്ടിട്ടാണ്. അത്രത്തോളം ഗതികെട്ടൊരു സാഹചര്യമായതുകൊണ്ടാണ് ഇവർ നമ്മളോട് ഇങ്ങനെയൊക്കെ യാചിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ ഈ ഒരു പ്രായത്തിലുള്ള ഒരു അനിയത്തിയോ മകളോ ഒക്കെ, ഒന്ന് സഹായിക്കണം കനിവുള്ളവർ. ചേച്ചി, ഈ രോഗം ശരിക്കും പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? രോഗം മോൾക്ക് വേദന ഉണ്ട്, ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അന്നും കഴിക്കുമെന്നില്ലല്ലോ എന്ന് കരുതി ഞാനും ഇങ്ങിരുന്നു. പിന്നെ അങ്ങ് കൂടിക്കൂടി വന്ന് മോൾക്കിപ്പോൾ ഈ അടുത്ത കാലത്ത് ഭയങ്കരമായി ഛർദിൽ വയറ്റുവേദനയൊക്കെ ആയി തുടങ്ങി ഫുഡ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇൻഫെക്ഷൻ ആവില്ലെന്നാണ് പറഞ്ഞത്. ഇൻഫെക്ഷനൊക്കെ ആവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ സർജറി ഉടനെ ചെയ്തില്ലെങ്കിലും മോളുടെ ഈ ഭാഗം ഇങ്ങനെ കുത്തിയിട്ട് അവളിങ്ങനെ വളഞ്ഞു പോണ ഒരു അവസ്ഥയാണ്. അപ്പോൾ വേറെ ആരുമില്ല. പാപ്പ മരണപ്പെട്ടു, ഞങ്ങളെ സഹായിക്കാനായിട്ടില്ല. പാപ്പ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കന്നെ. പിന്നെ എനിക്ക് വയസ്സായ മാതാപിതാക്കളാണ്, അവർക്കെന്നെ സഹായിക്കാനൊന്നും പറ്റില്ല. 16 വയസ്സ് മാത്രമാണ്. ഇപ്പോൾ സ്കൂളിൽ പോയി ഞാൻ ഫീസ് അടയ്ക്കാൻ പോയപ്പോൾ ടീച്ചർ പറഞ്ഞ് എല്ലാ ഇതിലുള്ള ഒരു കുട്ടിയാണ്, അവളെ എല്ലാ ക്ലാസ്സിലും എല്ലാവരുമായിട്ട് നല്ല ഇതാണ്, അപ്പം മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ടീച്ചർ. അങ്ങനെ ഞാൻ ആട്ടോ വിളിച്ച് മോളെ സ്കൂളിൽ കൊണ്ടുപോയി. അപ്പോൾ ടീച്ചർ പറയണ ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. അപ്പം എക്സാം എഴുതിയില്ലെങ്കിൽ അടുത്ത വർഷം എഴുതിക്കാമെന്ന് പറയുന്നു. അപ്പം മോൾക്ക് ഇപ്പോഴും തന്നെ എഴുതണം. സർജറി കഴിഞ്ഞാലേ പരീക്ഷയ്ക്ക് പോകാനും പറ്റത്തുള്ളൂ. അപ്പോൾ അടിയന്തരമായിട്ട് വേണ്ടത് സർജറി തന്നെയാണ്. ആ സർജറി കഴിഞ്ഞാൽ മാത്രമേ അവൾക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റൂ. ഉയർന്ന് പഠിക്കണമെന്നും ഒരുപാട് സ്വപ്നങ്ങൾ, എല്ലാ കുട്ടികളെ പോലെയും തന്നെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തന്നെയാണ്. ആ പ്രതീക്ഷ കൈവിടാതിരിക്കാൻ നമുക്കൊന്നായി കൈകോർക്കാം.